അസ്സലാമു അലൈക്കും. കാട്ടുവളപ്പിൽ നൗഷാദിനെ എന്ത് വള്ളമാണ് കോമാടൻ ചേക്കുട്ടി കലക്കി കൊടുത്തതെന്ന് അറിയണില്ലല്ലോ. എന്താ ചങ്ങായിൻ്റെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ. സത്യത്തിൽ ഇപ്പം പെട്ടുകണ ആള് ആകങ്ങട്ട് വരകണ ഇമ. ഏതെന്ന് ചോദിച്ചാൽ ഏതോ ഒരു തലതെറിച്ച ചങ്ങായി പാട്ടുപാടി ആ പാട്ടിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നത് ഇബ്ലീസ് നന്നാവും എന്നൊക്കെ പറഞ്ഞാണ്ട് വന്ന് പെട്ടെന്ന് ഹാരിസ് മദനിസ്ഥാന് മുന്നിൽ അതിപ്പോൾ ആകെ അങ്ങോട്ട് കുടുങ്ങിയിട്ട് ഇങ്ങോട്ട് ഒലയാണ്. ഇപ്പോൾ ഹാരിസ് മദനിസ്ഥാനൊക്കെ ലാസ്റ്റത്തെ ആ വീഡിയോ ഒക്കെ കണ്ടോക്കാണ് നിങ്ങൾ. ഒരു 1.5 വീഡിയോ വട്ടൂരി അളയാതൊക്കെ ഒന്ന് കാണി നൗഷാദിൻ്റെ തിരിമറികളൊക്കെ. നൗഷാദ് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടാണ് മറുപടി പറയുന്നത്. എന്നാൽ നൗഷാദ് ഹാരിസ് മദനിസ്ഥാവ് ചോദിച്ച ചോദ്യങ്ങൾക്കോ അതിനിങ്ങനെ ഒലയണ കാണാൻ നിങ്ങൾക്ക്. അതൊന്ന് കണ്ടോക്കോണ്ടി. ലിങ്ക് വേണമെങ്കിൽ അതിൻ്റെ കമൻറ്റിൽ ഇട്ടുതരാം. നിങ്ങൾക്ക് ഇനി കാണാനേ അതൊന്ന് കാണി. ഇപ്പം ഞാൻ വന്നതേ ഈ ചങ്ങായിൻ്റെ ബുദ്ധി പോയൊരു പോക്കോ കാണി. പാറ്റ പോട്ടനെയാണ് ഉള്ളത്. ഈ ചങ്ങായി ഇത്രയും കിതാബ് ഓതി പഠിച്ച നൗഷാദ് ഒരു വിവരമില്ലാത്ത ഞാൻ വരെ മറുപടി പറയേണ്ടി വരികയാണ്. എത്താ നൗഷാദ് ഇതൊന്ന് ആലോചിച്ച് നോക്കാം. നല്ലേക്ക് കിതാബ് ഓതി ദർസ് എടുത്താണ്ട് കുട്ടികൾക്ക് നല്ല ദർസ് എടുത്ത് പോയിക്കൂടെ എനിക്ക്? എന്തിനാ ഈ കളവും പറയാണ്ട് എൻ്റെ മുന്നിലിരിക്കണ കുറച്ച് മോയന്താക്ക് ഇത് തിരിയില്ലാന്നുണ്ടെങ്കിൽ ഇത് ചങ്ങായി സോഷ്യൽ മീഡിയയിൽ മൊത്തം വരുന്നില്ലേ? ഐറ്റജ് പറയണ അണ്ണാക്ക് തൊടാതെ വീങ്ങും. അത് ഞാൻ പണ്ടേ ആദ്യമേ പറയണതാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ എന്നാണ് പറയണത്? ശംസുലുലമ EK ഉസ്താദ് സമസ്ത ഒന്നാകണം എന്ന് പറഞ്ഞത് അബ്ദുറഹ്മാൻ കല്ലായി ചന്ദ്രികയിൽ എഴുതിയ ആ വിഷയം വായിച്ചതല്ലേ നൗഷാദെ? ഇജത് മറന്നുപോയി. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അതുണ്ടെങ്കിൽ കാണിക്കും, തെളിവ് കൊണ്ടുവരും. ഇതൊക്കെ ഇപ്പം പറയാന്ന് പറയുമ്പോൾ എൻ്റെ താരൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. പണ്ട് ഞങ്ങളോട് രാമചന്ദ്ര മാഷ് പറയലുണ്ട്, കളിമണ്ണാണെങ്കിൽ അതിമ കുടുക്കിയും ചട്ടി ഉണ്ടാക്കിയെന്ന് തലയിൽ. ഇത് എൻ്റെ തലയിൽ എന്താ ഉള്ളത്? ഈ പറഞ്ഞ മൊത്തം ഇജ് മറന്നു പോവുക. ഇജ് നോക്കാം ഇപ്പം ചോദ്യം ചോദിക്കുകയാണ്, ഇത് ഉണ്ടെങ്കിൽ കൊണ്ടുവരും ഓൻ ചെന്നോ. പക്ഷെ അതാണ് പറയുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, മറുപടി പറയിപ്പിക്കും. അത് വല്ലാത്തൊരു കിട്ടല. ഇത് ചോദിക്കണോക. ഇപ്പൊ നിങ്ങളിങ്ങനെ കെടുന്നു പോയാലേ EK ഉസ്താദ് അങ്ങനെ പറഞ്ഞുല്ലേ? അവസാന കാലത്ത് അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ആ മാറ്റി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ രേഖ കൊണ്ടുപോവാ. നോക്കാണ് നിങ്ങൾ അതിൻ്റെ രേഖ കൊണ്ടുപോകാൻ. ആ മുന്നിൽ നിൽക്കുന്ന മൊയന്താൾ അതാണ് വിശ്വസിച്ചും ചെയ്തു. സംഭവം ഉണ്ടാവില്ല. ചങ്ങായിമാരെ നിങ്ങളൊന്നും മനസ്സിലാക്കി. ഇവൻ എന്താ ചോദിച്ചാൽ ആ പുറത്തേക്കിട്ട വാശി തീർക്കാണെന്ന് പലവട്ടം നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്തിനാ ചങ്ങായിമാരെ നിങ്ങളെ ഈ ചങ്ങായിൻ്റെ പിന്നാലെ പോയി കളയുന്നത്? കുറഞ്ഞ കാലത്ത് ആയുസുള്ളൂ. അത് നല്ലവർക്ക് ജീവിച്ചോളൂ. ഈ ചങ്ങായി പച്ചക്കളവല്ല പറയണത്. ഈ ചങ്ങായി ഇതിൻ്റെ മുമ്പ് ഇതൊക്കെ പറഞ്ഞതല്ലേ, അതുണ്ടെന്ന് പറഞ്ഞവനല്ലേ. എന്നിട്ട് എന്തിനാ ചങ്ങായിമാരെ എന്താ ഇപ്പം നിങ്ങളോടൊക്കെ പറയാം? നിങ്ങൾക്കും എന്താണ് ഈ കോമാടം തന്ന വള്ളത്തുമ്പേണ് ഇപ്പം നിങ്ങളൊക്കെ കുടുങ്ങി കിടക്കണത്. ചിന്തിച്ചോളിയും. കുറഞ്ഞ കാലത്ത് ആയുസുള്ളൂ. ഇവരെ പുറത്ത് കിടാനുള്ള കാരണമൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ജാതി തെണ്ണിപ്പ് കാട്ടിയാണ് നടക്കുക. അത് നമുക്ക് പറ്റൂല എന്ന് തന്നെയാണ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ മനസ്സിലാക്കിയിട്ട് ഇട്ടത്. ഇവരെ സീഡി കച്ചവടേ അതാണ് പൂട്ടിച്ചത് തന്നെയാണ്. അതിൻ്റെ കലിപ്പ് തീർക്കാണ് നൗഷാദ് തന്നെ അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയ ലേഖനുണ്ടെന്നും സമസ്ത ഒന്നാകണമെന്ന് ശംസുലുലമക്ക് ലാസ്റ്റ് കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും നൗഷാദ് തന്നെ പറയണത് കേട്ടോ കാണി. തെളിവ് ചോദ്യം ചോദിച്ചവനെ കൊണ്ട് തന്നെ അതിനുള്ള മറുപടിയും പറയിപ്പിക്കും. അതാണ് ഇതിൻ്റെ കഴിവ്. അവസാന കാലത്ത് EK ഉസ്താദിന്റെ അവസാന കാലത്ത് തീർച്ചയായും AP ഉസ്താദിനെ തന്നെ അറിയുകയും AP ഉസ്താദുമായി ബന്ധപ്പെട്ട് സമസ്ത ഒന്നാകണം, സമസ്ത യോജിക്കണം എന്ന് തീരുമാനമെടുക്കണം എന്നിവരെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ശംസുലുലമ EK ഉസ്താദ് അവர்கள் മരണപ്പെട്ടു പോയത്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമില്ല, ചന്ദ്രികാദിനെ പത്രം തന്നെ എടുത്തു നോക്കിയാൽ മതി അല്ലേ? ശംസുലുലമ EK അബൂബക്കർ മുസ്ലിയാരി വഫാത്തായതിന്റെ 3 ദിവസത്തിന്റെ ശേഷമുള്ള ചന്ദ്രികാദിന പത്രത്തിൽ കല്ലായിലുള്ള ഒരു ചങ്ങാതി ലേഖനം എഴുതി. സമസ്ത ഒന്നാകുന്നത് ശംസുലുലമയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമായിരുന്നു, അഭിലാഷമായിരുന്നു എന്നാണ് പറഞ്ഞത്. കേട്ടില്ല സഹോദരങ്ങളെ നൗഷാദ്? ഇതൊക്കെ ആദ്യം നൗഷാദ് ഈ പറഞ്ഞതല്ലേ? ഇതൊക്കെ അബ്ദുറഹ്മാൻ കല്ലായി ഇങ്ങനെ എഴുതിക്കണമെന്നും ചന്ദ്രികയിൽ ഇങ്ങനെ വന്നുകണമെന്നൊക്കെ നൗഷാദ് വായിച്ചാണ്. എന്നിട്ട് എന്തിനാ ഇപ്പോൾ വന്നുകൊണ്ട് അതിൻ്റെ തെളിവ് ചോദിക്കണത്?
ഈ എൻ്റെ വലുപ്പമൊക്കെ നോക്കാച്ച്. ഇതാണ് പറയണത്. മരിച്ചു പോകണമെന്നൊരു ചിന്ത നൗഷാദിൻ്റെ കൽബിലില്ല. എത്തപ്പനോടൊക്കെ പറയാം. ഏതായാലും സഹോദരങ്ങളെ, ഇതാണ് ഇവൻ വെറുതെ കളവ് പറഞ്ഞാണ്ട് സാധാരണക്കാരെ വഞ്ചിക്കാണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ ആഖിറ ഉണ്ടാവില്ല, ദുനിയാവും ഉണ്ടാവില്ല. നന്നായിക്കോളി.